നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. സ്വർണം വില പവൻ 50,000 വരെ ഇടിയുമോ? കനത്ത ഇടിവ് തുടരുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിലും ഇന്ത്യയിലും എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വലിയ ചോദ്യത്തെക്കുറിച്ചാണ്. സ്വർണ്ണവില പവൻ 50,000 വരെ ഇടിയുമോ? ഇത്ര വലിയ ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ കാണുന്ന ഈ കനത്ത വിലക്കുറവ് എന്തിന്റെ സൂചനയാണ്? പവന് ഇപ്പോൾ 1,520 രൂപ കുറഞ്ഞിരിക്കുന്നു. ഗ്രാമിന് 190 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു സാധാരണ വിലമാറ്റമല്ല. വിപണിയിൽ വലിയ അസ്ഥിരതയാണ് നടക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് സ്വർണ്ണവിലയുടെ ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ, ഭാവിയിൽ എന്ത് സംഭവിക്കും, സാധാരണക്കാർ എന്ത് തീരുമാനമെടുക്കണം എല്ലാം വ്യക്തമായി നോക്കാം. അതിനു മുൻപ് ചാനലായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഇന്നത്തെ കൃത്യമായ വില നോക്കാം. പവൻ പവന് 1,11,720 രൂപയും ഗ്രാമിന്റെ വില 13,965 വരെയുമാണ്. ഇന്നലെ വരെ പവന് 1,13,240 ഗ്രാമിന് 14,155 ഒറ്റ ദിവസം കൊണ്ട് പവന് 1,520 രൂപയും ഗ്രാമിന് 190 രൂപയും. ഇത്ര വലിയ ഇടിവ് സാധാരണ ദിവസങ്ങളിൽ കാണാറില്ല. ഇത് വിപണിയിലെ ഒരു ടേണിംഗ് പോയിന്റ് എത്തി എന്നൊരു സൂചനയാണ്. ജനുവരി 29 റെക്കോർഡ് വില നോക്കാനായി നമുക്ക് അല്പം പിന്നോട്ട് പോകണം. ജനുവരി 29 കേരളത്തിൽ സ്വർണ്ണവില സർവകല റെക്കോർഡ് ആണ് എത്തിയത്. 1,31,160 രൂപയായിരുന്നു പവനുണ്ടായിരുന്നത്. ആ സമയത്ത് ഇനിയും വില കൂടുമോ, ഇത് അവസാനമോ എന്നായിരുന്നു ചർച്ച. പക്ഷേ അതിനുശേഷം പതുക്കെ വില താഴാൻ തുടങ്ങി. ഇപ്പോൾ വലിയ ഇടിവാണ് സംഭവിക്കുന്നത്. അതായത് റെക്കോർഡ് വിലയ്ക്ക് വാങ്ങിയവർ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. സ്വർണ്ണവില ഇടിയാനുള്ള പ്രധാന കാരണങ്ങൾ ആഗോള വിപണി. സ്വർണ്ണവില ഇന്ത്യയിൽ തീരുമാനിക്കുന്നതല്ല, ആഗോള വിപണിയിലാണ് നിശ്ചയിക്കുന്നത്. അമേരിക്ക, യൂറോപ്പ്, ചൈന ഇവിടെയുള്ള സാമ്പത്തിക തീരുമാനങ്ങൾ നേരിട്ട് സ്വർണ്ണവിലയെ ബാധിക്കുന്നതായിരിക്കും. രണ്ടാമതായി ഡോളർ ശക്തമായത്. ഇപ്പോൾ അമേരിക്കൻ ഡോളർ ശക്തമാണ്. ഡോളർ ശക്തമായാൽ നിക്ഷേപകർ സ്വർണത്തിൽ നിന്ന് പണം പിൻവലിക്കും, ഡോളറിലേക്കും ബോണ്ടുകളിലേക്കും മാറും. ഇതാണ് സ്വർണ്ണവില താഴാൻ കാരണമാകുന്നത്. മൂന്നാമതായി നിക്ഷേപകർ സ്വർണം വിറ്റത്. ലോക വിപണിയിൽ വലിയ നിക്ഷേപകർ, ട്രസ്റ്റുകൾ, ഫണ്ടുകൾ സ്വർണം കൂട്ടത്തോടെ വിൽക്കുകയാണ്. കാരണം വിപണിയിൽ ലഭ്യത കൂടുന്നു, വില ഇടിയുന്നു. ആഗോള കണക്കുകൾ ഭയപ്പെടുത്തുന്ന സിഗ്നലുകളാണ്. ഇനി ആഗോള കണക്കുകൾ നോക്കാം. ട്രോയ് ഓൺസ് വില ഡോളർ 102, കുറഞ്ഞത് ഡോളർ 4,823. 14 ദിവസത്തിനുള്ളിൽ ഡോളർ 72.74 വരെ ഇടിഞ്ഞു. ഇത് സൂചിപ്പിക്കുന്നത് ഈ ഇടിവ് ഒരു ദിവസം സംഭവിച്ചതല്ല, തുടർച്ചയായ വില തകർച്ചയാണ്. പവൻ 50,000 വരെ ഇടിയുമോ? ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയിലേക്ക് വരാം. സ്വർണം പവൻ 50,000 വരെ ഇടിയുമോ? അതായത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ നടക്കുന്നു. വലിയ നിക്ഷേപകർ ചിലവ് കുറഞ്ഞ ആസ്തികളിലേക്ക് മാറുന്നു. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ആഗോള സാമ്പത്തിക മാന്ദ്യം, ഡോളറിന്റെ ശക്തി, പലിശ നിരക്കുകളിലെ മാറ്റം, നിക്ഷേപകരുടെ മനോഭാവം മാറുന്നത്. ഈ ഘടകങ്ങൾ എല്ലാം ഒരുമിച്ച് വന്നാൽ സ്വർണം വില വലിയ തോതിൽ ഇടിയാം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, 50,000 പവൻ വില ഒരേ ദിവസം സംഭവിക്കില്ല. അതൊരു ദീർഘകാല പ്രക്രിയയായിരിക്കും. സാധാരണക്കാർ എന്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിവാഹ ആവശ്യത്തിന് അടുത്ത 6 മാസത്തിനുള്ളിൽ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വാങ്ങാം. വില വീണ്ടും താഴ്ന്നാൽ വീണ്ടും വാങ്ങാം. മുഴുവൻ പണം ഒരുമിച്ചിടരുത്. സിസ്റ്റമാറ്റിക് ബൈയിങ് ചെയ്യുക. ദീർഘകാല കഷ്ടപ്പാട് വേണം. ഓർമ്മിക്കുക, സ്വർണം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് അല്ല. വില കൂടുന്നതും കുറയുന്നതും സ്വാഭാവികമാണ്. ഇനി സ്വർണ്ണവിലയുടെ ഭാവി വിദഗ്ധർ പറയുന്നത്, ഹ്രസ്വകാലത്ത് അസ്ഥിരത തുടരും. ഇടയ്ക്കിടെ വലിയ ഇടിവുകളിലും ചെറിയ ഉയർച്ചകളും ഉണ്ടാകും. പക്ഷേ ദീർഘകാലത്ത് സ്വർണം വീണ്ടും സുരക്ഷിത നിക്ഷേപമാകും. കാരണം രാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, ഇൻഫ്ലമേഷൻ എന്നിവ ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. അവസാനമായി ഇപ്പോൾ കാണുന്ന സ്വർണ്ണവില ഇടിവ് ഒരു വലിയ മുന്നറിയിപ്പാണ്. ചിലർക്കിത് അവസരം, ചിലർക്കിത് നഷ്ടം. വിവേകത്തോടെ തീരുമാനിക്കുക. വാർത്ത കേട്ട് പെട്ടെന്ന് ചാടരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ. സ്വർണം പവൻ 50,000 വരെ ഇടിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ കമന്റുകളും എല്ലാം രേഖപ്പെടുത്തുക. നന്ദി.